ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത്, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴേക്കും നല്ല ഓറഞ്ച് കളറിൽ തിക്ക് ഗ്രേവി ആയിട്ട് ഒരു മീൻ കറി കിട്ടൂലേ, അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലയാണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് കൊണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അരപ്പുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി അതിനകത്ത് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ചേർത്താൽ നമ്മുടെ മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നമുക്കിനി നന്നായിട്ട് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചേർത്തേക്കുന്നത് മുളക് പൊടി ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ഓർത്തേക്കണം ഈ സമയത്ത്. അപ്പോൾ ഈ മസാലയ്ക്കിടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ഓഫ് ചെയ്ത്, അപ്പോൾ ഓഫ് ചെയ്ത് വെച്ച് ഈ തക്കാളി ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ ചുരണ്ടിയ തേങ്ങയും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചിവിടെ ഒരു സൈഡിൽ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരു 2 ടീസ്പൂൺ അളവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിയപ്പോൾ നമ്മൾ ഉലുവായി ഇട്ട് കൊടുത്ത് ഉലുവായും കടുകും എല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒരു 2 പച്ചമുളക് നീളത്തിലിട്ടതും ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് കരിവേപ്പിലയും 2 വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മുടെ തീ വളരെ കുറച്ച് വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത്, ആ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, അതിനെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ അരപ്പൊക്കെ അരച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ മൂത്ത് വന്നപ്പോൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പിനെയും ഈ റോസ്റ്റ് ചെയ്ത ഉള്ളിയും എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരപ്പ് എടുത്തു വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ആ മിക്സിയുടെ ആ ജാറെല്ലാം അതെല്ലാം കൂടെ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ചൂടുവെള്ളം കൂടെ അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ഇപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇനി മാങ്ങയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു മാങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി വേണമെങ്കിലും എടുക്കാം. പുളി വേണമെങ്കിൽ എടുക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം ഈ സമയത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ ചാറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കഴുകി വെച്ചേക്കുന്ന മീനാണ് ഇടുന്നത്. ഞാനിവിടെ 3 അയിലയാണ് എടുത്തേക്കുന്നത്. ഞാനതിനെ നേരത്തെ കഴുകി നല്ലതായിട്ട് മഞ്ഞളും നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ലതായിട്ട് പെരട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ മീൻ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയൊക്കെ എടുത്ത് ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ
ഇതിനകത്തോട്ട് പിന്നെ കയ്യിലിട്ടൊന്നും ഇളക്കരുത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി മാറ്റി നമ്മളിതിനകത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ട് ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു ടൊമാറ്റോ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതങ്ങനെ ടൊമാറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതിനെ വീണ്ടും അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആ അടപ്പ് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കരിവേപ്പിലയൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആ ചട്ടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. കറിയെല്ലാം നന്നായിട്ടൊന്ന് ചുറ്റി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നോക്കണം. വേണമെങ്കിൽ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇപ്പോൾ കറി നമ്മുടെ സൂപ്പർ കറി ഇവിടെ സെറ്റായി. ഇതിനെ ഒന്ന് അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ സെർവ് ചെയ്യാതെ എടുത്താൽ മതി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.